വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫി. ഇന്ന് ഹാൻഡ് എംബ്രോയിഡറി വർക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. നമുക്ക് എലഗൻ പാർട്ടി വെയർ സാരീസ് ഉണ്ട്, നമുക്ക് ഫംഗ്ഷണൽ റേറ്റിലാവുന്ന സാരീസാണ് വരുന്നത്. നല്ല ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിലും ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻസ് മാറി മാറി വരും. കോമ്പിനേഷൻ സെയിം ആണെങ്കിൽ ഡിസൈൻസ് മാറി വരുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 നമ്മൾ യൂഷ്വലി വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതേസമയം തന്നെ ആയിരിക്കും നമ്മൾ ആ വീഡിയോയിലെ സാരീസ് എല്ലാം വെബ്സൈറ്റിൽ ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിങ്ങിന് മാത്രമേ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ഹാൻഡ് എംബ്രോയിഡറി വർക്കിൽ വരുന്ന സാരീസിൽ ഫസ്റ്റ് സാരി വരുന്നത് നല്ലൊരു ആന്റീക് ഷെയ്ഡ് ഉണ്ട്. ഒരു ആന്റീക് ഗോൾഡൻ കളറാണ് സാരിയുടെ കളർ വരുന്നത്. ലിനൻ ഫാബ്രിക് ആട്ടോ, സെമി ലിനൻ ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. നല്ല പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു ഡിസൈനിലായിരിക്കും കേട്ടോ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ആണ് വരുന്നത്. ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ അതിലൊരു സ്മോൾ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. വർക്കിൻ്റെ റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും. ഫുൾ ഹാൻഡ് വർക്കിലാണ് സാരി വരുന്നത്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡറാണ് വരുന്നത്. ആൻറ്റീക് ഷെയ്ഡിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡറും അതിനൊരു റെഡിലുള്ളൊരു ബീഡിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് ബ്ലൗസും നമുക്ക് ഇതിനോട് പെയർ ചെയ്യാൻ പറ്റും. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷനാണ്. ഗ്രീൻ, പിങ്ക്, റെഡ്, ഒരു ഒലിവ് ഗ്രീൻ, കോഫി ബ്രൗൺ, ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും മുന്താണിയിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. കേട്ടോ വർക്ക് വരുന്നത് ഫുൾ ഈ ഒരു പാറ്റേണിലാണ്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. സെയിം ടോണിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് വന്നിട്ട് സ്ലീവിൽ വരുമ്പോൾ ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിൻ്റെ മോട്ടീവ്സ് ആയിരിക്കും സ്ലീവിൽ വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ആപ്പിൾ ഗ്രീൻ്റെ ടോണിലാണ് സാരി വരുന്നത് കേട്ടോ. ഇതിലും ഹാൻഡ് വർക്ക് തന്നെയാണ്, ഹാൻഡ് എംബ്രോയിഡറി തന്നെ ആയിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിലും ഒരു ബോട്ടിൽ ഗ്രീൻ, പിങ്ക് ആൻഡ് പീച്ച് ഈ ഒരു ടോണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലാണ്. മുന്താണി ഇതായിരിക്കും പല്ലൂര് വരുന്ന വർക്ക് വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. ഇതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിലും വരുന്നത്. എല്ലാ സാരീസിനും ഒരു റെഡ്, മെറൂണിഷ് റെഡ് ടോണിലുള്ള ഒരു ബീഡിങ് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കളറിലെ ബ്ലൗസ് നമുക്ക് പെയർ ചെയ്യാം. വേറൊരു ലുക്കായിരിക്കും സാരിക്ക് വരിക. സെൽഫ് കളർ ബ്ലൗസ് എല്ലാ സാരിക്കും അവൈലബിൾ ആണ്. മുന്താണി ഈ ഒരു പാറ്റേൺ വരുന്നത്. മുന്താണിയിലും ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ വരുന്നത്. ഇതിലൊരു പിങ്ക് ഒക്കെ വരുന്നുണ്ട്, നല്ലൊരു ഹോട്ട് പിങ്ക് വരുന്നുണ്ട്. അപ്പോൾ പിങ്കിലുള്ള ബ്ലൗസും ഒക്കെ നല്ലതായിരിക്കും. റണ്ണിങ് ബ്ലൗസിന് മോട്ടീവ്സ് വരുന്നുണ്ട്. സ്ലീവിൽ വരുമ്പോൾ ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് വീണ്ടും അതേ കോമ്പിനേഷൻ തന്നെയാണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, ആപ്പിൾ ഗ്രീൻ കോമ്പിനേഷനിൽ ഹാൻഡ് എംബ്രോയിഡറിയുടെ ഡിസൈനിൽ പാറ്റേണിൽ മാത്രം ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പം സെൽഫിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിന് മുൻപത്തെ സാരിയിൽ കോൺട്രാസ്റ്റ് ആയിരുന്നു. ഇതിൽ സെൽഫ് ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് ആപ്പിൾ ഗ്രീൻ ആ ഒരു ടോണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. ബോർഡർ സെയിം തന്നെയാണ്. മെറൂൺ, റെഡിഷ് മെറൂണിലുള്ള ബീഡിങ്ങുള്ള ബോർഡർ വരുന്നുണ്ട്. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. എല്ലാ സാരീസിലും ഹാൻഡ് വർക്കിൻ്റെ കൂടെ വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ടാവും. ഇതിൽ വരുമ്പോൾ പല്ലുവിൽ കാന്ത സ്റ്റിച്ചും ഫ്ലോറൽ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഈ സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇതാണ് ബ്ലൗസ് വരുന്നത്. അതിലും ഒരു സ്വീക്കൻസ് വർക്കും കാന്ത സ്റ്റിച്ചിലും ആയിരിക്കും ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. പേസ്റ്റൽ ഗ്രീൻ കോമ്പിനേഷനിൽ തേർഡ് ഡിസൈൻ ആയി വരുന്നത്. ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഹാൻഡ് വർക്കിൻ്റെ തേർഡ് ഡിസൈനായിട്ട് വരുന്നത്. ഇത് നല്ലൊരു പാറ്റേണിലാണ് ബോഡിയിൽ വർക്ക് വരുന്നത്. ഇതായിരിക്കും മോട്ടീവ്സ് വരുന്ന സാരിയിൽ. ഒരു ഫ്രഞ്ച് നോട്ട്സ് ആൻഡ് ബുള്ളി നോട്ട്സ് വരുന്നുണ്ട്. മിഡിൽ ഏരിയയിൽ വരുമ്പോൾ ഒരു വാട്ടർഫോൾ സ്വീക്കൻസ് വർക്കിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബോർഡർ എല്ലാ സാരീസിനും ഒരു റെഡിഷ് മെറൂണിലുള്ള ബീഡിങ്ങുള്ള ബോർഡറാണ് വരുന്നത്. ഇതാട്ടോ സാരിയുടെ പല്ലു നല്ലൊരു പാറ്റേണിലാണ്. ഈ ഒരു സ്റ്റൈലിലാണ് മുന്താണിയിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലായിരിക്കും മുന്താണി വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ഡാർക്ക് ഗ്രീൻ ആണ് ഇങ്ങനെ വരിക. ഇതാട്ടോ മുന്താണിയിൽ വർക്കിൻ്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരും. ലോങ് വ്യൂ ഇങ്ങനെ വരും. എൻഡിൽ വരുമ്പോൾ കാന്ത വർക്കാണ് വരുന്നത്. മൾട്ടി കളറിലെ കാന്ത വർക്ക് വന്നിട്ട് ഫ്ലോറൽ പാറ്റേണിലായിരിക്കും പല്ലു വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് ആണ്. സാരിയുടെ കളറിനേക്കാളും ഒരു ടോൺ ഡാർക്കർ ആയിരിക്കും ബ്ലൗസിൻ്റെ കളർ വരുന്നത്. അതിൽ ഹാൻഡ് വർക്കിൻ്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ ടോൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആട്ടോ. മാവ് ഷെയ്ഡിലാണ് സാരി വരുന്നത്. മാവ് വിത്ത് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ്. കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ വരുന്നത്. ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് സാരി വരുന്നത്. ഇതിൻ്റെ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ്.
എന്താണ് ബോഡിയിലുള്ള ഹാൻഡ് വർക്ക് ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ലാവൻഡർ, ഒരു ഓണിയൻ പിങ്ക്, ബേബി പിങ്ക്, ചില്ലി റെഡ് ഈ കളർ ടോണിലായിരിക്കും ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഇതേ കളർ പാലറ്റിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിലും വർക്ക് വരുന്നത്. പക്ഷെ മുന്താണിയുടെ വർക്കിൻ്റെ ബേസ് കളർ വരുമ്പം ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ്. ഡാർക്ക് ഓണിയൻ പിങ്കിലാണ് ഈ ഒരു സ്റ്റൈലുള്ളത് വരുന്നത്. കാന്ത സ്റ്റിച്ചിൻ്റെ പാറ്റേൺസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ത്രെഡ് വർക്കിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. മൾട്ടി കളർ കോമ്പിനേഷനിൽ കാന്ത വർക്കിൻ്റെ തന്നെ ഹാൻഡ് വർക്ക് വന്നിട്ട് അതിൽ വാട്ടർഫോൾ സ്വീക്കൻസ് വർക്ക് ആയിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത സാരി വരുന്നത് നല്ലൊരു ഡ്യുവൽ കോമ്പിനേഷനിലാണ്. ഇതൊരു ഗോൾഡൻ ടിൻറ്റഡ് ഗ്രേ ആണ്. ഗോൾഡ് ത്രെഡ് വന്നിട്ടുണ്ട്, ഗ്രേ ടോണും ഉണ്ട് സാരിക്ക്. ഇതിലും ഹാൻഡ് വർക്ക് തന്നെയാണ് ഫുൾ ബോഡി വരുന്നത് കേട്ടോ. ഇതിലും ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ഹാൻഡ് എംബ്രോയിഡറിയുടെ ഫ്ലോറൽ മോട്ടീവ്സ് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡിയിൽ വരുന്നത്. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ മുന്താണിയിൽ ഹാൻഡ് വർക്ക് വരുന്നത്. നമുക്ക് പല്ലു ഇത്രയും റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളറിലെ കോൺട്രാസ്റ്റും ബ്ലൗസും നല്ലതായിരിക്കും കേട്ടോ. എല്ലാ സൈസിലും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം മോട്ടീവ്സ് തന്നെയായിരിക്കും, ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും സ്ലീവിലും മോട്ടീവ്സ് വരുന്നത്. വീണ്ടും ഗ്രീൻ്റെ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് അടുത്ത ഹാൻഡ് വർക്ക് സാരി വരുന്നത്. ടീൽ ഗ്രീൻ്റെ തന്നെ ലൈറ്റ് ഡാർക്ക് ടോൺ കേട്ടോ സാരി വരുന്നത്. ഇതിലും സെൽഫാണ്, സെൽഫ് കളറിൽ തന്നെയുള്ള ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഒത്തിരി ഡീപ്പ് കോൺട്രാസ്റ്റിലോട്ട് വർക്ക് പോയിട്ടില്ല. ഇതിന്റെ ബോഡി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ്. ടീൽ ഗ്രീൻ്റെ തന്നെ ലൈറ്റ് ഡാർക്ക് ടോണിലുള്ള ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. മുന്താണി വരുമ്പോൾ ഡാർക്ക് ടീൽ ഗ്രീൻ ആണ് ബേസ് വരുന്നത്. അതിലും അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. സാരിയിൽ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ടാവും, പക്ഷേ വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന സ്വീക്വൻസ് വർക്ക് വരുന്നു. ഒട്ടും ഫ്ലാഷി സ്വീക്വൻസ് അല്ല വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നതും സെയിം അതേ പാറ്റേണിൽ തന്നെ ഫുൾ ഡാർക്ക് ടീൽ ഗ്രീനിൽ ഹാൻഡ് വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയൽ തന്നെ വരും. ഇതിന് മുൻപത്തെ സാരിയിലും വന്നിരുന്നല്ലോ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് അതിലും സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ടാവും. എല്ലാ സാരീസിനും കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു റെഡിഷ് മെറൂണിലായിരിക്കും ബീഡിങ് വരുന്നത് ബോർഡറിൽ വരുമ്പോൾ. സെയിം കളർ ടോണിൽ തന്നെ ഡിഫറെൻറ്റ് ഹാൻഡ് വർക്കിലാണ് നെക്സ്റ്റ് സാരി വരുന്നത് കേട്ടോ. ടീൽ ഗ്രീൻ ലൈറ്റർ ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ ഇതിന് ബോർഡർ വരുന്നുണ്ട്. ബോർഡറിലും ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത്. നല്ലൊരു ബ്രൈറ്റ് റെഡിലുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും ബോർഡറിൽ വരുന്നത്. ഇതാണ് ബോർഡറിൽ വർക്ക് വരുന്നത്. കൂടാതെ ബോഡിയിലുള്ള മോട്ടീവ്സ് സ്മോൾ മോട്ടീവ്സ് വരുന്നുണ്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ തന്നെ. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഡാർക്ക് ടീൽ ഗ്രീനിലായിരിക്കും സാരിയുടെ മുന്താണിയിൽ വർക്ക് വരുന്നത്. ഇതായിരിക്കും മുന്താണിയിലുള്ള വർക്ക് വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേൺ വരും. പിന്നെ റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം പാറ്റേൺ തന്നെ ഡാർക്ക് ടീൽ ഗ്രീനിൽ സ്ലീവിൽ ഫുൾ ഹാൻഡ് വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത് സാരിക്ക്. അടുത്ത സാരി വരുന്നത് കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലാണ്. നല്ലൊരു ഒലിവ് ഗ്രീൻ ആൻഡ് ബ്രൗൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ലോവർ ഏരിയയിൽ വരുമ്പോഴാണ് ബ്രൗൺ വരുന്നത്. മുകൾ ഭാഗം ഒരു 3/4 വരുന്നത് ഗ്രീനിലാണ്, ഒലിവ് ഗ്രീനിലായിരിക്കും. ഇതിലും ഹാൻഡ് എംബ്രോയിഡറി വരുന്നത് നല്ല പാറ്റേണിലാണ് കേട്ടോ. ഇതാണ് ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരും. ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. വർക്കിൻ്റെ കോമ്പിനേഷൻസ് മാറി മാറി വരും. പല്ലു വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. സാരിയുടെ ബ്രൗണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഓട്ടോ ബോൾ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 6 ആക്ട് പാറ്റേണിലാണ് കാന്ത സ്റ്റിച്ച് വരുന്നത് മുന്താണിയുടെ എറ്റിൽ വരുമ്പോൾ. ഇതായിരിക്കും സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ വരും. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ്. ബ്ലൗസിലും ഹാൻഡ് വർക്ക് വരുന്നത്. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് നെക്സ്റ്റ് സാരി വരുന്നത്. നല്ലൊരു മെഹന്തി ഗ്രീനും കോഫി ബ്രൗണും ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഹാൻഡ് എംബ്രോയിഡറി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. മൾട്ടി കളറിൽ തന്നെയുള്ള ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഈ സാരിയുടെ മുന്താണി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണിയിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. ഡാർക്ക് ബ്രൗണിൽ നല്ലൊരു ബോട്ടിൽ ഗ്രീനിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. അതിലും ഒരു 6 ആക്ട് പാറ്റേണിലാണ് മിഡിൽ വരുന്ന വർക്ക് വരുന്നത്. ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൻ്റെ മിഡിൽ വരുമ്പോൾ 6 ആക്ട് ഡിസൈനിലാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ. സാരിയുടെ ബ്ലൗസിൻ്റെ സ്ലീവും ബാക്ക് സൈഡും എല്ലാം ഫുൾ വർക്കിലാണ് വരുന്നത്. ഇത് സ്ലീവ് ഇങ്ങനെ വരും. ഫുൾ വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. 2 സ്ലീവും ബാക്ക് സൈഡും കംപ്ലീറ്റ് വർക്കാണ്. ബാക്ക് ഓർ ഫ്രണ്ട് നമുക്ക് അതെങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വ്യൂ ഇങ്ങനെ വരും സാരി. ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ ഫുൾ ബോഡി ഹാൻഡ് എംബ്രോയിഡറി വർക്കിൽ വരുന്ന വെരി പ്രിറ്റി സാരീസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അതിൽ ലാസ്റ്റ് സാരി തന്നെ വരുന്നത് കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. നല്ലൊരു ലൈറ്റ് ബോട്ടിൽ ഗ്രീനിലും ഒരു അക്വാ ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ സാരിക്ക്. ലോവർ ഏരിയ വരുമ്പോൾ നല്ലൊരു അക്വാ ബ്ലൂ ആണ്. ഇതിൻ്റെ ബേസ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. ബോട്ടിൽ ഗ്രീൻ വരുമ്പോഴും ഇതിലൊരു മസ്റ്റേർഡ് യെല്ലോ മിക്സഡ് ആണ് ബോഡിയിൽ വരുമ്പോൾ.
അങ്ങനെ ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് ബോഡി ബോർഡറും വരുന്നത് സാരിക്ക്. ഹാൻഡ് വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. മസ്റ്റേർഡ് യെല്ലോ ഗ്രീൻ ആണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഒരു റെഡാണ് ബോർഡർ വരുന്നത്, മെറൂണിഷ് റെഡാണ്. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണാണ്. സിമ്പിൾ പല്ലു, സിക്സ് ആക്ക് പാറ്റേണിലായിരിക്കും. മസ്റ്റേർഡ് യെല്ലോ, ബോട്ടിൽ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഈ 3 കളർ ടോണിലായിരിക്കും ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ബ്ലൗസ് വരുമ്പം സെയിം ഫുൾ വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. ഇത് ബ്ലൗസിൻ്റെ സ്ലീവാണ്. 2 സ്ലീവും ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ ബോഡി വരുമ്പം ഈ ഒരു ഏരിയയിലാണ്, ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും ബോഡിയും സ്ലീവും വരുന്നത് കേട്ടോ. ബ്ലൗസിന് നല്ല കളർ ടോണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അക്വ ബ്ലൂയിലായിരിക്കും ബ്ലൗസ് വരുന്നത്.